നമുക്കിപ്പോഴേ സോളാറിൻ്റെ ലോണുകളെ കുറിച്ച് കുറേ അഡ്വർടൈസ്മെൻറ്റ് കാണുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു കസ്റ്റമറിന് ഒരു സോളാറിൻ്റെ ലോൺ കിട്ടണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളായിരിക്കും ചെയ്യേണ്ടത്? സോളാറിൻ്റെ ലോൺ കിട്ടുന്നത് ഡൊമസ്റ്റിക് പർപ്പസിന് കിട്ടുന്നതും കൊമേഴ്ഷ്യൽ പർപ്പസിന് കിട്ടുന്നതിനും ഇന്ന് വളരെ ഈസിയാണ്. കാരണം നമുക്ക് 3 കിലോ വാട്ട് വരെ ചെയ്യുന്നൊരു കസ്റ്റമർ ആണെങ്കിൽ ഒന്നും വേണ്ട, ഒരു പാൻ കാർഡും KSEBയുടെ ബില്ലും ഉണ്ടെങ്കിൽ ആർക്കും കിട്ടും. അതിൽ ആപ്പാടെ ഒരു ക്രൈറ്റീരിയ പറയുന്നുള്ളൂ, 65 വയസ്സിൽ താഴെ ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ലോൺ കിട്ടും. അതല്ല, നമുക്ക് 3 കിലോ വാട്ടിന് മുകളിലേക്ക് പോകുന്ന വ്യക്തികൾക്ക് മാത്രമേ ITRും അങ്ങനെയുള്ള പേപ്പർ വർക്കുകളും ആവശ്യമുള്ളൂ. അവിടെ നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. നമുക്ക് കൊളാറ്ററലായിട്ട് നമ്മളുടെ വേറെ ഒന്നും വെക്കേണ്ട, വീടിൻ്റെ ആധാരമോ വേറെ ഡോക്യുമെൻറ്റ്സ് ആയിട്ടോ ഒന്നും നമുക്ക് ചെയ്യേണ്ട ആവശ്യം വരില്ല. നോൺ കൊളാറ്ററലായിട്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ലോൺ കിട്ടും. 10 വർഷം കൊണ്ട് നമുക്ക് അടഞ്ഞു തീരുകയുള്ളൂ. സോ അതിലും വളരെ ഏറ്റവും വലിയൊരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 7% ഇൻട്രസ്റ്റ് റേറ്റിൽ നമുക്ക് കിട്ടും സോളാറിന് ലോണ്. ഇന്നിപ്പോൾ ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ നമ്മൾ ഏത് ലോൺ നോക്കിയാലും ഏറ്റവും കുറവ് ഹോം ലോണിനാണ് 8.9%, 9.5 ഒക്കെയാണ് വരുന്നത്. അത് നമുക്ക് അത് വെച്ച് നോക്കുമ്പോൾ സോളാറിന് 7% ഇൻട്രസ്റ്റ് റേറ്റിൽ കിട്ടുകയും ചെയ്യും. നമുക്ക് 10 വർഷം കൊണ്ട് അടഞ്ഞു തീരാൻ ചെയ്യുള്ളൂ. ഏറ്റവും നല്ല ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ, ഇപ്പം ഡിനോയുടെ വീട്ടിൽ ഒരു 2500 രൂപയാണ് ബില്ല് വരുന്നതെങ്കിൽ ഡിനോ ഒരു മാസം ഒരു 1500 രൂപ വെച്ച് അടഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഡിനോയ്ക്ക് ഏകദേശം ഒരു 6000 രൂപയുടെ കറണ്ട് കാശ് അവിടെ സേവ് ചെയ്യാൻ പറ്റും. നമുക്കൊന്ന് ധൈര്യമായിട്ട് AC ഒക്കെ ഉപയോഗിച്ച് കിടക്കാൻ പറ്റും. ഇപ്പം നമ്മൾ ഇപ്പോൾ ചൂട് മാസമല്ലേ, ഇപ്പം ഏപ്രിൽ മെയ് ഒക്കെയാണ്, നമ്മൾ നല്ല ചൂടിലാണ് ജീവിക്കുന്നത്. നമ്മൾ AC ഇടുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഉറക്കം കിട്ടും. പക്ഷേ നമ്മൾ AC ഇട്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഉറക്കം പോകും. എന്താ ഉറക്കം പോകുന്നത്? KSEB ബില്ല് പേടിച്ചിട്ടാണ് നമ്മുടെ ഉറക്കം പോകുന്നത് അല്ലേ. പക്ഷെ അതിന് നമുക്ക് സിമ്പിളായിട്ട് ഇതേപോലെ ഈ അവൈലബിലിറ്റി ഉപയോഗിച്ച് കഴിഞ്ഞാൽ സോളാർ സബ്സിഡി കിട്ടും. അതേപോലെ തന്നെ EMIയും കിട്ടും. അപ്പോൾ ഒരു മാസം ഒരു 1500 രൂപയ്ക്ക് അടച്ചാൽ മതി. ഈ 1500 രൂപ അടച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് ധൈര്യപൂർവ്വം AC ഉപയോഗിക്കാം. നമുക്ക് വീട്ടിലുള്ള ബാക്കി ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കാം. ഗ്യാസിൻ്റെ എമൗണ്ട് നമുക്ക് സേവ് ചെയ്യാം. ഇങ്ങനെ കുറേ ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട്.